ഹായ് ഫ്രണ്ട്സ്, അശ്വതി മനേഷ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വിഷു സദ്യയിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. GSS ബെഹ്റിനിൽ പ്രവർത്തിക്കുന്ന GSS എന്ന് പറഞ്ഞൊരു സംഘടനയുടെ വിഷു സദ്യയിലേക്കാണ്. അന്നേ ദിവസം തന്നെ മോന് ഇന്ത്യൻ സ്കൂളിൽ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ അവനെ അവിടെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് GSSലോട്ട് പോകുന്നത്. അപ്പം അവന് ഉച്ചവരെ അവിടെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അപ്പം അവനെ പിന്നെ അശ്വതി അങ്ങ് നമ്മുടെ GSSലോട്ട് കൊണ്ടുവരും. അപ്പം ഈ GSS എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നത് ഇത് സൽമാനിയിലുള്ള കാനൂൺ ഗാർഡനിലായിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. 1999 ഈ ഒരു സംഘടന ബഹ്റിനിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്ന ഈ GSS എന്ന് പറഞ്ഞ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി. ഇത്തവണ അതുപോലെ ഒരു 700 പേർക്കാണ് നമ്മൾ GSSന്ന് ഈ ഒരു വിഷു സദ്യക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിഷു സദ്യ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതും 700 പേർക്കെന്നൊക്കെ പറയുമ്പോൾ. അപ്പം അത് ഒരു കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ഒരു 3 ദിവസത്തെയും അതുപോലെ സബ് കമ്മിറ്റിയുടെയും അതുപോലെ ഡയറക്ട് ബോർഡ് അംഗങ്ങളായിട്ടുള്ള 9 പേരുടെയും ഒരു 2-3 മാസത്തെ കഠിനാധ്വാനമാണ് ഈ ഒരു വിഷു സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ട് ബോർഡ് അംഗങ്ങളിൽ ഒരു 9 പേരുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള വിഷുസദ്യ ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല ഇതുപോലുള്ള ഫംഗ്ഷനുകളിൽ ഒരു സബ് കമ്മിറ്റിയെ എടുത്തിട്ട് അതിന് ഒരു കൺവീനറും ഒരു ജോയിന്റ് കൺവീനറും കുറച്ച് കമ്മിറ്റി അംഗങ്ങളെയൊക്കെ എടുക്കാറുണ്ട്. കാരണം വെച്ചാൽ ഡയറക്ട് ബോർഡ് അംഗങ്ങൾക്ക് പല പല ചുമതലകൾ ഉള്ളത് കൊണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു സബ് കമ്മിറ്റി നമ്മൾ എല്ലാ പ്രാവശ്യവും എടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ വിഷുസദ്യയുടെ കൺവീനറായിട്ടുള്ളത് റോയി എന്ന് പറഞ്ഞ് നമ്മുടെ ഈ സംഘടനയിൽ തന്നെയുള്ള മുതിർന്ന ഒരു അംഗമാണ്. പുള്ളിയുടെ കൂടെ കോർഡിനേറ്ററായിട്ട് ഹരീഷ് ശശിധരനും PS നിതിനും പിന്നെ കുറച്ച് കമ്മിറ്റി അംഗങ്ങളും പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതുപോലെ ഈ സംഘടനയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സനീഷ് കൂറുമുള്ളിലും പിന്നെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ബിനുരാജ് രാജനുമാണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ട് ബോർഡ് നിലവിൽ വന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഇവരെ തന്നെ നമ്മൾ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കും. അവരുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് അവരെ തന്നെ വീണ്ടും നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആദ്യത്തെ ഒരു വിഷുവാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഇതൊക്കെ മിനിസ്ട്രിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് അവരുടെ നിന്ന് പെർമിഷൻ എല്ലാം കിട്ടി. ഈ ഡയറക്ട് ബോർഡ് അംഗങ്ങളുടെ ആദ്യത്തെ ഇപ്രാവശ്യത്തെ ഈ 2025-26 ആദ്യത്തെ അവരുടെ ഒരു വിഷു സദ്യ കൂടാണ്. അപ്പം നമ്മളൊരു 700 പേർക്ക് ഇത് ഫ്രീ ആയിട്ടാണ്, ആരുടെയും നിന്ന് പൈസ മേടിക്കാതെയാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുകളെയും ബെഹ്റിനിലുള്ള നമ്മുടെ ഓരോ അംഗങ്ങളുടെ അവരവരുടേതായിട്ടുള്ള ഫ്രണ്ട്സിനെയും ഒക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗുരുദേവന്റെ ഈ ഒരു ക്ഷേത്രത്തിലെ തന്ത്രി നമ്മളെ മുഖ്യ തിരുമേനി എന്ന് പറയുന്നത് പ്രശാന്ത് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് നമ്മുടെ അമ്പലത്തിലെ ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം പുള്ളിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ പണ്ട് ഇതുപോലുള്ള തലേദിവസം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ നമ്മുടെ ഇത്രയും വലിയൊരു കൂട്ടായ്മയായിട്ട് നമ്മൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഈ കല്യാണ തലേദിവസമാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ 8-8 9 പഠിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്തൊരു കല്യാണം നടന്ന 2-3 ദിവസം പിന്നെ അവിടെ ഇതുപോലുള്ള വലിയ ആൾക്കാരെല്ലാവരോടും സംഘടിച്ച് അരിയുകയും നമ്മുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് അവിടെ തന്നെ വലിയ പന്തലൊക്കെ ഇട്ടാണല്ലോ. അങ്ങനത്തെ ഒരു സംഭവം ഒന്നും നമ്മളുടെ നാട്ടിലിപ്പോൾ കാണാം. എല്ലാവരും ഇപ്പം ഓഡിറ്റോറിയത്തിലോട്ടൊക്കെ മാറി ഇതുപോലൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇതുപോലൊരു നമ്മുടെ ഒരു സന്തോഷം നമ്മൾ നാട്ടിൽ കാണാറില്ല. അതുപോലെ തന്നെ വിഷു ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, നാട്ടിലെക്കാട്ടിലും വളരെ ഭംഗിയായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്തതിനകത്ത് എല്ലാവരോടെയും പങ്കെടുത്ത് മക്കളും എല്ലാവരും ചേർന്ന് നമ്മൾ ഇതൊരു വലിയൊരു ആഘോഷമാക്കുന്നത് എപ്പോഴും ഇപ്പം വെളിയിലുള്ള പ്രവാസികളാണ്. അപ്പം നമുക്ക് പല പല സംഘടനകൾ ഇതുപോലുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം സംഘടന നടത്തുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് ഇത് നടത്തിയെന്ന്. അങ്ങനെ തലേദിവസം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പരിപാടികളും എല്ലാ കുടുംബാംഗങ്ങളും വളരെ ഭംഗിയായി തന്നെ പങ്കെടുക്കുകയും അരിഞ്ഞും കൊടുക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ഇപ്പം നമ്മൾ വിഷു സദ്യയുടെ അന്ന് ഈ എല്ലാ ഐറ്റങ്ങളും ആദ്യം നമ്മൾ ഭഗവാന്റെ മുന്നിൽ, ഗുരുദേവന്റെ മുന്നിൽ നമ്മൾ ഇതെല്ലാം
വിളമ്പുന്ന ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഐറ്റങ്ങളും ഒന്നൊന്നായിട്ട് നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഈ സബ് കമ്മിറ്റിയിലെ കൺവീനറായിട്ടുള്ള റോയ് ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അത് വിളമ്പി ഗുരുദേവന്റെ മുന്നിൽ വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാ ഐറ്റങ്ങളും അതൊന്നൊന്നുമില്ലാതെ എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഗുരുദേവന്റെ മുന്നിൽ വെക്കുകയും നമ്മൾ വിശ്വസത്തിക്കുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പറേഷൻ ചെയ്ത 2 സൈഡിലായിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇതെല്ലാം ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ 2 സൈഡിലേക്കുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ കറക്റ്റായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് എന്നിട്ട് നമ്മൾ ഗുരുദേവന് ഇതെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുദേവനാണല്ലോ നമ്മുടെ ഒരു അവിടെ മെയിൻ നമ്മുടെ ആ ഒരു GSSലെ മെയിൻ ഒരു പ്രതിഷ്ഠയും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതും ഗുരുദേവനിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബഹറിലെ പല സാംസ്കാരിക ചടങ്ങുകളിലും അതുപോലുള്ള എല്ലാ ബഹറിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും GSSന്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ലാസ്റ്റ് ഒരു 20-25 ഇയേഴ്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്നുണ്ട്. അത് ട്രസ്റ്റിൽ നമ്മൾ ഈ ഓർഫനേജിലായാലും അതുപോലെ ഈ റംദാൻ ടൈമിങ്ങളിൽ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളിലായിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ GSSന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ 25 വർഷമായിട്ട് കൊടുത്തിട്ട് ബഹറിലൊരു നമുക്ക് GSS എന്ന് പറയുന്ന ഒരു സംഘടന മാറ്റി നിർത്തിപ്പെടാനാകാത്തവരം ഒരു ബഹറിനിലൊരു ഇമ്പാക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള നമ്മുടെ മുൻകാലങ്ങളിൽ ഇരുന്നത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു കഠിനാധ്വാനമാണ്. അതിലെല്ലാവർക്കും നിന്നിടം നെടുപോലുള്ള നിന്നില സ്വന്തമാകണം അന്നവസ്ഥാതിമുണ്ടായി തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾ തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്നറിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിയോരും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരും നീ സത്യം ജ്ഞാനമാകുന്ന നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ധീരാവരായ ജയിക്കുക ചിദാനന്ദ സിന്ധു ജയിക്കുക ആഴമേറും നിന്മഹസ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഞാൻ ബഹ്റിനിലെത്തി ഒരു 12 വർഷം ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു 3 വർഷം മുമ്പ് മുതലാണ് ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അത് എൻ്റെ കൊളീഗായിട്ടുള്ള വിനോദും അതുപോലെ എൻ്റെ ഫ്രണ്ട് അജയൻ അതുപോലെ DB മെമ്പറായിട്ടുള്ള ശിവജിയും അവരുടെ ഒരു ഇടപെടലാണ് ഞാനും ഈ സംഘടനയിൽ ഭാഗമാക്കാനുള്ള കാരണം. അപ്പം കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള പല പരിപാടികളിലും ഞാനും ഇവരോടൊപ്പം തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ സമയം പരിമിതി മൂലം പല പരിപാടികളും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ കൂടുതലും സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇവരുടെ കൂടെ ഉള്ള കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ താല്പര്യം കാണിക്കാറുണ്ട്.
അപ്പം നമ്മൾ ഈ ദൈവദശവും എല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഗുരുദേവന് അത് സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് 2 സൈഡിലായിട്ടാണ് ഞങ്ങൾ ഇത് നമ്മുടെ വിസിറ്റേഴ്സിനുള്ള നമ്മൾ വിളിച്ചിട്ടുള്ള ഇൻവൈറ്റീസിന് വേണ്ടിയുള്ള ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അംഗങ്ങളുടെ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് 2 സൈഡിലോട്ട് ഒരു 12 പേരെ തന്നെ ഞങ്ങൾ 2 സൈഡിലും കാര്യങ്ങൾ നോക്കാനായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തു. എന്നിട്ട് എല്ലാവർക്കും ഇതുപോലെ വെള്ളത്തുപ്പിയൊക്കെ കൊടുത്ത്, അതുപോലെ കോർഡിനേറ്ററുള്ള ഹരീഷാണ് നമ്മുടെ കലവറയിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് സാധനങ്ങളെല്ലാം എടുത്തു തരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം 2 സൈഡിൽ ഞങ്ങൾ ആദ്യമേ വിളമ്പാൻ തുടങ്ങി. അതുമാത്രമല്ല, ഞങ്ങൾ ഇത് നേരത്തെ തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10:30 ആകുമ്പോൾ തന്നെ ഇതെല്ലാം വിളമ്പി 11 മണിയാകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് തന്നെ ഞങ്ങൾക്ക് അതെല്ലാം ചെയ്യാൻ പറ്റി. എല്ലാ ഫാമിലി മെമ്പേഴ്സിൽ നിന്നുമുള്ള സഹകരണം അതിനുണ്ടായിരുന്നു. എല്ലാവരും കറക്റ്റ് സമയത്ത് വരികയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂട്ടത്തോടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ തന്നെ നിൽക്കുകയും ചെയ്തു. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഈ തിരക്ക് അനുഭവപ്പെട്ടായിരുന്നു. ഈ നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാർ വരുന്നതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവർക്കും ഒരു കൂപ്പൺ കൊടുത്ത് കൂപ്പണിനകത്ത് ഒരു ടൈം നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിനനുസരിച്ച് ആൾക്കാർ വരുന്നത് കൊണ്ട് വരുന്ന ആൾക്കാർക്കായിക്കോട്ടെ ഞങ്ങൾക്കും വിളമ്പുന്നത് ഞങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്യുന്നത് ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. അതിന് ഈ ഒരു സജഷൻ വെച്ച് എനിക്കറിയില്ല ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ ആരാണ് ഈ സജഷൻ പറ്റിയിരുന്നത്. ആ സജഷൻ അങ്ങനെ ചെയ്ത ഒരാൾക്ക് ഹാറ്റ്സ് ഓഫ് കൊടുത്താൽ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ഭംഗിയായിട്ട് നമുക്കിത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയത് ആ ഒരു കൂപ്പണിലെ സമയക്രമം കൊണ്ടാണ്. അങ്ങനെ ആദ്യത്തെ നമ്മൾ തലേദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 2 പന്തി നോർമലി വിസിറ്റേഴ്സൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്നത് എപ്പോഴും ഒരു 12:30-1 മണിയാകുന്നതുകൊണ്ട് ആദ്യത്തെ ഒരു 2 പന്തി ഞങ്ങളുടെ ഡി ബി മെമ്പേഴ്സ് എന്നല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും 11 മണിക്ക് തന്നെ വരിക. ഒരു 12:30 ആദ്യത്തെ 2 പന്തിയായിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ കഴിച്ചു മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ രീതിയിലാണ് ഞങ്ങൾ ആദ്യം എല്ലാം അറേഞ്ച് ചെയ്തത്. അതുപോലെ ബെഹ്റിലെ എല്ലാ സംഘടനകളിലെ പ്രതിനിധികളെയും നമ്മൾ ഇതിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്ട് ബോർഡ് അംഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്ക് അത് ചിട്ടയായ രീതിയിൽ അവരത് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ പേഴ്സണലായിട്ടുള്ളവരെ മെമ്പേഴ്സിൻ്റെ അവരുടെ ആൾക്കാർ അവരുടേതായിട്ടുള്ള ഗസ്റ്റുകളെ എല്ലാവരും ഇതുപോലെ ഫംഗ്ഷന് എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബെഹ്റിലെ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പല പ്രമുഖ വ്യക്തികളിലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യൻ സ്കൂളിലെ മാനേജ്മെന്റിന്റെ ആൾക്കാർ, അതുപോലെ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റിൽ ഓരോ അംഗം നമ്മുടെ അംഗം കൂടിയാണ്, മിഥുൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം ഇന്ത്യൻ സ്കൂളിലെ പ്രതിനിധികളായിക്കോട്ടെ, ബെഹ്റിലെ പല സാംസ്കാരിക സംഘടനകളിലെ പ്രതിനിധി, അതുപോലെ FM നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള നൂറ്, ഷിബു മലയിൽ, അവരെല്ലാവരും ഈ ഞങ്ങളുടെ ഈ വിശ്വസദ്യയിൽ പങ്കെടുത്തിരുന്നു. എല്ലാവരും അതുപോലെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് സദ്യയാണെങ്കിലും എല്ലാ ഐറ്റങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാം വളരെ മനോഹരമായി തന്നെ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞു. അപ്പം എല്ലാ കുടുംബങ്ങൾക്കും ഇതിൽ അവരവരുടേതായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ്മ വളരെ ഭംഗിയായി ഇത് ചിട്ടയായി നടത്താൻ പറ്റിയതിൽ ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പം ഇനിയുമുള്ള വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന്, ഗുരുദേവന്റെ കൃപയാൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ആ കൂപ്പണിനകത്ത് ഒരു സമയക്രമം കൊടുത്തത് കൊണ്ട് എല്ലാ നമ്മൾ വിളിച്ച ഗസ്റ്റുകളായിക്കോട്ടെ, പ്രമുഖ വ്യക്തികളായിക്കോട്ടെ, എല്ലാവരും അവരുടേതായ ഒരു ടൈം അവർ കീപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കിത് ഭംഗിയായിട്ട് ചിട്ടയായിട്ട് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാനും അവസാനം വരെ ഒരു മുഷിച്ചിലില്ലാതെയും അത് വിളമ്പുന്ന ഞങ്ങളായിക്കോട്ടെ, അതുപോലെ വെളിയിൽ നിന്ന് വന്ന ഗസ്റ്റുകളായിക്കോട്ടെ, അവർക്ക് ആർക്കും ഒരു രീതിയിലും വലിയ മുഷിപ്പില്ലാതെ ഭംഗിയായിട്ട് ഇത് നടത്താനും എല്ലാം ചെയ്യാൻ പറ്റി നമുക്ക്. ഞങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ തന്നെ 700ഓളം പേര് ഞങ്ങളന്ന് അറേഞ്ച് ചെയ്ത സദ്യ കഴിച്ചു. ഞങ്ങളൊരു 11 മണിക്ക് തുടങ്ങിയ സദ്യ ഏകദേശം 4:30 ആയപ്പോഴത്തേക്കാണ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയത്. അപ്പം ഒരു 3-4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട്, അപ്പം ഞങ്ങൾ ആ ഒരു സമയക്രമങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ പറ്റി. നന്നായി എല്ലാം മംഗളമായി തന്നെ അവസാനം ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
അശ്വതിക്കും മോനും 11 മണിക്കാണ് കൂപ്പൺ ടൈം എങ്കിൽ കൂടി അവന് കോമ്പറ്റീഷൻ ഉണ്ടായതുകൊണ്ട് അവന് അത് മാത്രമല്ല ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത കുറച്ച് ഫ്രണ്ട്സിനൊക്കെ 2:30 ടൈം കിട്ടിയത്. അപ്പം അതുകൊണ്ട് ആ ടൈമിലാണ് അവർ വന്നത്. അപ്പം മോനെയും സ്കൂളിൽ നിന്ന് എടുത്തിട്ട് അശ്വതി നമ്മുടെ ഗസ്റ്റുമായിട്ടൊക്കെ വന്നിട്ട് അവർ ആ ഒരു 2:30 ആയപ്പോഴാണ് വന്ന് ഫുഡ് കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. മൊത്തം ഒരു 5 മണിക്കൂറോളം നമ്മൾ ഈ ഒരു സദ്യയുടെ കാര്യങ്ങൾ കൊണ്ടുപോയെങ്കിലും നമ്മൾ വിളമ്പി കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ആർക്കും ഒരു മുഷിപ്പ് തോന്നില്ല. നമ്മൾ ഇതെല്ലാം കൂടെ ഒരു കൂട്ടായ്മയായിട്ട് നടന്നു പോലും എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിളമ്പുന്ന ആൾക്കാരെല്ലാം കൗണ്ടർ അടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ആർക്കും ഒരു മുഷിപ്പില്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ ഭംഗിയായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷമുണ്ടായിരുന്നു. അന്നത്തെ ദിവസം വളരെ പൊതുവെ നല്ല ഒരു ദിവസമായിരുന്നു. മൊത്തം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റിയത്, ഇതോടെ വളരെ സക്സസ് ആക്കാൻ പറ്റിയത് GSSന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ല്.